പുതുവർഷത്തിലെ അടുത്ത വെല്ലുവിളി ജനുവരി മാസം 12-നായിരിക്കും. അന്നാണ് അയോധ്യയിലെ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം. മോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, അത് എല്ലാവരും അങ്ങോട്ട് വരണ്ട, പക്ഷെ എല്ലാവരും സ്വന്തം വീടുകളിൽ ആ ദിവസം വൈകുന്നേരം വിളക്ക് കത്തിച്ച് വെക്കണം. ദീപാവലി എന്ന വാക്ക് ഉപയോഗിച്ചു. എല്ലാ വീടുകളിലും വിളക്ക് കൊളുത്തേണ്ട ദീപാവലിയായി ആ ദിനത്തെ മാറ്റണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഹ്വാനം. അയോധ്യയെ കേന്ദ്രമാക്കി ഇന്ത്യയിലെമ്പാടും വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഒരു വേലിയേറ്റമുണ്ടാക്കാൻ RSSഉം BJPയും പ്ലാൻ ചെയ്തു കഴിഞ്ഞ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജനുവരി 12-ൻ്റെ ഈ ക്ഷേത്രോദ്ഘാടനമെന്ന് എല്ലാവർക്കും അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അറിയാം. എല്ലാ വീടുകളിലും ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ വിളക്ക് കൊടുത്താൻ പറയുന്ന പ്രധാനമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാം. എല്ലാ ഗ്രാമങ്ങളിലെയും BJPക്കാർക്ക് കുറേ കൊല്ലം മുമ്പ് ബാബറി മസ്ജിദ് പ്രശ്നത്തിൻ്റെ തുടക്കകാലത്ത് പള്ളി പൊളിച്ച് അതേ സ്ഥാനത്ത് തന്നെ വേണം അമ്പലം പണിയാൻ എന്ന വാദം BJP മുന്നോട്ട് വെച്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണും. പഴയവർക്കെല്ലാം ഓർമ്മയുണ്ടാകും, പുതിയവർക്ക് എനിക്കറിയില്ല ഓർമ്മയുണ്ടാകുമെന്ന്. അന്ന് ഇന്ത്യൻ ഗ്രാമങ്ങൾ തോറും ഒരു വലിയ ചടങ്ങ് നടത്തി BJP. വലിയ ചടങ്ങ്. അയോധ്യയിൽ ശിലാന്യാസം, അതിനുവേണ്ടിയുള്ള ഇഷ്ടിക ഓരോ ഗ്രാമത്തിലും പൂജിച്ച് അയക്കാൻ പറഞ്ഞു അയോധ്യയിലേക്ക്. നമ്മുടെ എല്ലാം ഓർമ്മശക്തി തീരെ ചെറുതാകാൻ പാടില്ല. വലിയ ക്യാമ്പയിനായിരുന്നു. ശിലാന്യാസവും ശിലാപൂജകളും ശിലായാത്രകളും നടത്തി BJPയും RSSഉം. എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടായിരുന്നു. ശ്രീരാമൻ്റെ മറവിലായിരുന്നു. വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഇഷ്ടികയെല്ലാം അവിടെ കൊണ്ടുപോയത്. എല്ലാ BJPക്കാരും ചോദിക്കണം, ആ ഇഷ്ടികയ്ക്ക് എന്ത് പറ്റി? ആ ശിലകൾക്ക് എന്ത് പറ്റി? പൂജിക്കപ്പെട്ട, പുഷ്പം വിതറിയ, ചന്ദനം ചാർത്തപ്പെട്ട ആ ശിലകളിൽ അന്ന് പറഞ്ഞത് ഇതിനകത്തെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്നായിരുന്നു. ശ്രീരാമൻ്റെ അനുഗ്രഹം വർഷിക്കപ്പെട്ടുവെന്ന് പറയപ്പെട്ട ആ ശിലകളെല്ലാം എവിടെയാണിപ്പോൾ? ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞ ആ ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും കോണിലോ മൂലയിലോ എവിടെയെങ്കിലും ആ ശിലകൾ ഉണ്ടോ? ഉപയോഗപ്പെടുത്തപ്പെട്ടോ? അത് അയോധ്യയിൽ ഇത്രയും വർഷങ്ങളിലെ വെയിലും മഴയും കൊണ്ട് അതെല്ലാം മണ്ണായി മാറിയോ എന്ന കാര്യം BJP പറയണം. മോദിജിയുടെ ആഹ്വാനപ്രകാരം വിളക്ക് കൊളുത്താൻ പോകുമ്പോൾ ഈ ശിലാന്യാസത്തിന് വേണ്ടി ശില അയച്ച ഏതെങ്കിലും വീടുകളിലെ ഏത് BJP സുഹൃത്തിനും ഈ ചോദ്യം ചോദിക്കുന്ന അവകാശമുണ്ട്. BJPക്ക് ഉത്തരമുണ്ടാകുകയില്ല. ഞാൻ കേട്ടത് വലിയ വലിയ കോർപ്പറേറ്റ് ഫേമുകൾ സ്പോൺസർ ചെയ്ത വലിയ വലിയ ഇഷ്ടികയ്ക്ക് പകരമുള്ള കല്ലുകൾ, വില കൂടിയ കല്ലുകൾ, ആ കല്ലുകളാണ് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയത് എന്നാണ്. ഗ്രാമങ്ങളിലെ BJP സുഹൃത്തുക്കൾ ശ്രീരാമനെ ഓർത്ത് പൂജിച്ചയച്ച ശിലകളെ ഒരു മൂലയിൽ തള്ളുകയും കോർപ്പറേറ്റുകാർ ദാനം കൊടുത്ത വലിയ ശിലകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ അമ്പലം ഉയരുകയും ചെയ്തപ്പോൾ ആ ഉദ്ഘാടന വേളയിൽ വെളിച്ചം കൊടുത്തു വെക്കാൻ പറയുന്ന രാഷ്ട്രീയം വേറൊന്നുമല്ല, തിരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള സംഘപരിവാറിൻ്റെ കൗശലമാണത്.